Hello friends, welcome to the channel. 𝙑𝙠𝙗𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കാർഡ് റീഡറാണ്. നമ്മൾ കാർഡ് റീഡർ വാങ്ങി. നമ്മളിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാർഡ് റീഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്സസറിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻബിൽഡ് ഉള്ള ഈ കാർഡ് റീഡറും അതുപോലെ അതിന് എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഈ നമ്മുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇപ്പോഴത്തെ കാർഡുകൾ ഭയങ്കര എക്സ്ട്രീം പ്രോ അങ്ങനത്തെ കുറേ മോഡൽസ് കൂടെ അവൈലബിൾ ആണ്. നല്ല കാർഡ് നോക്കി വേണം നമ്മൾ നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് റൈറ്റിംഗ് സ്പീഡ് റീഡ് സ്പീഡൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ഈ കാർഡ് റീഡർ ഉപയോഗിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പക്ഷേ അത് നല്ല ക്വാളിറ്റി കാർഡ് റീഡർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ട്രാൻസെൻഡ് കാർഡ് റീഡറാണ് നമ്മൾ അൺബോക്സിങ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ നല്ല ക്വാളിറ്റി കാർഡ് റീഡർ ഉപയോഗിച്ചില്ലെങ്കിൽ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ കാർഡുകൾക്ക് ഇറർ വരാനും അത് എന്താ പറയുക ഫുള്ളി അടിച്ചു പോകാനും വെച്ചാൽ ഫുള്ളി കംപ്ലൈൻ്റ് ആയിട്ട് പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് തന്നെ റീസെൻ്റ്ലി ഞാനിപ്പോൾ കാർഡ് റീഡർ ഉപയോഗിക്കാണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലത്തെ ഇൻബിൽഡ് സാധനത്തിലാണ് ഉപയോഗിക്കാറ്. പക്ഷേ റീസെൻ്റ്ലി എൻ്റെ ഇതുപോലൊരു നമ്മുടെ ഹൈ എൻഡ് കാർഡ് ഫുള്ളി എററായി പോയി. നമ്മളിപ്പോൾ എടുത്ത ഫുട്ടേജ് ഫുള്ള് പോയി അങ്ങനെ പോവാണ്. അത് ഫോർമാറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും നമ്മളിടുമ്പോൾ. അപ്പോൾ ഇത് എറർ കാരണം വരുന്നതാണ്. നമ്മൾ കുറേ റിക്കവറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ രക്ഷയുണ്ടായില്ല, അത് പോയി കിട്ടി ലാസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാർഡ് റീഡറിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാവരോടും ചോദിച്ചാൽ അവർ പറയും അവരൊരു കാർഡ് റീഡർ ഉപയോഗിക്കുന്നതായിരിക്കും. സംഭവം നമ്മുടെ ലാപ്ടോപ്പിൽ എല്ലാത്തിലും ഇത് കാർഡ് റീഡർ ഉണ്ട്. എന്തായാലും ഒരു എക്സ്റ്റേണൽ ഹൈ സ്പീഡ് കാർഡ് റീഡർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ട് പോകേണ്ട നമ്മുടെ കാർഡ് ലൈഫ് കൂട്ടാനും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു കാർഡ് റീഡർ നല്ല ട്രാൻസെൻഡ് 3.1 കാർഡ് റീഡർ വാങ്ങിയത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ എല്ലാ കാർഡ് റീഡർ ടൈപ്പും ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡ് റീഡറാണ്. 1300 സംതിങ് രൂപയാണ് നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാക്കി താല്പര്യർക്ക് പോയി വാങ്ങിക്കാട്ടാം. അവൈലബിൾ ആയിട്ടുള്ള നല്ല കാർഡ് റീഡറിലേക്ക് നല്ല ബെസ്റ്റ് തന്നെയാണ് ട്രാൻസെൻഡ്. പിന്നെ സാൻഡിസ്കിനാണ്. സാൻഡിസ്ക് കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്, ഓൾമോസ്റ്റ് ഒരു ഡബിൾ പ്രൈസ് വരും. അപ്പോൾ നമ്മളിത് ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് വീഡിയോ ഉണ്ട്, 3 വീഡിയോ ഉണ്ട്, 3 പോയി കാണാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഒരു ക്യൂബ് UPS, പിന്നെ ഒരു 10 റൂട്ടർ, പിന്നെ ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, 3 വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. സിമ്പിൾ റൂൾസ് ആണ്. ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക, അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫുൾ കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഞാൻ അതിൻ്റെ വിളിക്കും. അപ്പോൾ നമ്മുടെ ട്രാൻസെൻഡിൻ്റെ കാർഡ് റീഡറിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ തന്നെ ട്രാൻസെൻഡ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാർഡ് റീഡർ RD-F9 എഴുതിയിട്ടുണ്ട്. ഇത് 2-3 മോഡലുണ്ട് കേട്ടോ. അത് USB 3.1 ജനറേഷൻ 1, ഇത് UHS 2.2 UHS 2 കാർഡ് റീഡിങ് ഉള്ള ഫെസിലിറ്റി ഉള്ള ഒരു കാർഡാണ്. അതുകൊണ്ടാണ് RD-F9 മോഡലാണ്. ഹൈ എൻഡ് മോഡലാണ് ഇവരുടെ. പക്ഷേ വലിയ റേറ്റ് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. അത് 50 100 ഡിഫറൻസ് ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് UHS 2 ആണെങ്കിൽ നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി. പക്ഷേ മോസ്റ്റ്ലി പ്രൊഫഷണൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നോർമൽ നമ്മുടെ ആൾക്കാരൊക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ UHS 1 ഉപയോഗിക്കുന്നത്. UHS 2 കാർഡിന് നല്ല റേറ്റ് ഡിഫറൻസ് ആണ്, ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ബോക്സ് സംഭവം കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് SD, SDHC, SDXC എല്ലാ കാർഡ് ഉപയോഗിക്കാം. നമുക്ക് ഇതിൽ മൈക്രോ SD എല്ലാം നമുക്ക് കോമ്പാറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഒരു കാർഡ് റീഡർ നല്ല കാർഡ് റീഡർ ഉപയോഗിക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു ഓൾറെഡി. എന്നുവെച്ചാൽ നമ്മുടെ കാർഡിനെ ലോങ് ലാസ്റ്റ് ആവാനും നമ്മുടെ കാർഡ് ഇറായിട്ട് പോകാണ്ടിരിക്കാനും അതുപോലെ നമ്മുടെ ഡാറ്റ ഫോർമാഷൻ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിരിക്കും. ഇടയ്ക്ക് നമ്മൾ ഇടുമ്പോൾ കാർഡ് ഇടുമ്പോൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻബിൽഡ് കാർഡ് ഉണ്ടെങ്കിലും നമ്മളൊരു ഹൈ സ്പീഡ് കാർഡ് ഹൈബ്രിഡ് കാർഡ് റീഡറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതും നല്ല ക്വാളിറ്റിയിൽ കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ തൈവാനാണ്. നിങ്ങൾക്കറിയാം ട്രാൻസെൻഡ് തൈവാനീസ് കമ്പനിയാണ്. MRP കൊടുത്തിരുന്നത് 1890 രൂപയാണ്. 1340 രൂപയ്ക്ക് സംതിങ് ആണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ആമസോൺ നമ്മുടെ ബെസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താൽ വേറെ 2 ഇയർ വാറണ്ടി, വേൾഡ് വൈഡ് 2 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ട. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ അടുത്തായിട്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നല്ല ടൈറ്റാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു മൈക്രോ അല്ല, ഇത് അവരെ പ്രൊപ്പറേറ്ററി ഒരു കണക്ടറാണ്. +2 USB ആണ്, USB-A മാറ്റി വയ്ക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് നമ്മളിത് വരുന്നത്. നമുക്ക് എന്തായാലും ചെറിയ കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. നല്ല ടൈറ്റാണ്. വൺസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പാക്കറ്റാണ്. നമ്മുടെ മെമ്മറി കാർഡൊക്കെ വരുന്ന പാക്കറ്റില്ല, അതുപോലത്തെയാണ്. നല്ല ടൈറ്റാണ്. കട്ടായത് വേറെ സ്ഥലത്താണ്, അതാണ് കിട്ടാൻ. ഓക്കെ,
ഇത് വർക്ക് ചെയ്യും നമ്മൾ. ഇതാണ് നമ്മുടെ കാർഡ് റീഡർ. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പാക്കറ്റ് ആകെ അലമ്പായി എന്തായാലും. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇതൊക്കെ കേടായി ആകെ. കാർഡ് റീഡർ എൻ്റെ ഇതുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയോ ഒരു ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ മോഡൽ, അതുപോലെ കാർഡിൻ്റെ കുറേ മോഡൽസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ. അധികം കാർഡ് മോഡൽസ് ഉണ്ട്. അവരെ ഹബ്ബുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോമ്പാക്ട് ഫ്ലാഷ് കാർഡ്, ഇതൊക്കെ കോമ്പാറ്റബിൾ ഉണ്ട് ഇതിൽ. നമുക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡൗൺലോഡ് റിക്കവറി എക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആണ് നമ്മുടെ ഹൈ എൻഡ് മെമ്മറി കാർഡ് വാങ്ങിക്കുമ്പോൾ. അത് നിങ്ങൾക്ക് സ്കാൻ ഡിസ്കിൻ്റെ കൂടി ഉണ്ട്. ഈ സൈഡിലായിട്ട് കാർഡ് റീഡറിൻ്റെ കുറേ മോഡലുകളുണ്ട്. OTG കാർഡ് റീഡേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ച ടൈപ്പ് അത് RDF9 ആണ് ഹൈ എൻഡ് വരുവാണ്. പിന്നെ RDF8 ഉണ്ട്. അതായത് നമുക്ക് UHS കിട്ടില്ല എന്ന് മാത്രം, 2 കിട്ടില്ല എന്ന് മാത്രം. അതിൽ നമുക്ക് 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ RDC8 എന്ന് വെച്ചാൽ നോർമൽ മോഡലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങിക്കാം. ഇത് വാങ്ങിക്കാം. ഇതിൽ പിന്നൊരു ആപ്പിൾ സൊല്യൂഷൻസ് ആയിട്ടൊരു ആപ്പിളുകാർക്കുള്ള അവരുടെ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ആവശ്യമില്ല, നമ്മൾ ആപ്പിൾ അല്ലല്ലോ. ആപ്പിൾ ഉള്ളവർക്കും നമുക്ക് ഇത് അവരുടെ എന്താ പറയുക കണ്ടു, 𝙎𝙑𝙑 SSD അപ്ഗ്രേഡ് കിറ്റ്, ഇതൊക്കെ നമുക്ക് ആപ്പിളുകാർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് അവരിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആപ്പിൾ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ പ്രൊഡക്റ്റ്. ഭയങ്കര ചെറിയതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അവർ ഇതിൻ്റെ മുകളിലൊരു നല്ല സ്ക്രീൻ ഗാർഡ് പോലെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് മുകളിൽ ട്രാൻസെൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ കണക്റ്റിംഗ് ഇത് കൊടുത്തിട്ടുണ്ട്, പോർട്ട്. അതുപോലെ ബാക്ക് സൈഡിലായിട്ട് കാർഡ് റീഡർ മോഡൽ നമ്പർ 5W 0.9 ആംപിയർ ഉപയോഗിക്കുന്ന മെയ്ഡ് ഇൻ തൈവാൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഈ സൈഡിലായിട്ട് നമുക്ക് കാർഡ് റീഡിങ്ങിൻ്റെ പോർട്സുകളുണ്ട്. ഇവിടെ മൈക്രോ SD, ഇതിൽ UHS 2 SD, പിന്നെ ഇത് CF കാർഡിനുള്ളത്. അപ്പോൾ എല്ലാ കാർഡ് റീഡറും ഉപയോഗിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ USB 3 പോർട്ട്, നമ്മുടെ ഇതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി USB 3 പോർട്ടിൽ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ കാർഡ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡ്, എക്സ്ട്രീം ഉണ്ട് സാൻ ഡിസ്കിൻ്റെ. അപ്പോൾ നമുക്കിത് നമ്മുടെ കാർഡ് റീഡറിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോവാം. ഇവിടെ ഒരു ഇട്ടിട്ടായിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ടായിട്ട് നമുക്ക് ഫാസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. അതൊക്കെ കോപ്പി ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ കഴിയും. ഓ നല്ല സ്പീഡുണ്ട്, 89, 90. ഓ രക്ഷയില്ലാത്ത സ്പീഡ് കേട്ടോ. അപ്പോൾ സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ഞാൻ ഇത് ഭയങ്കര കമ്പാരിസൺ ഡിഫറൻസ് ഉണ്ട്. ഞാനിത് മുമ്പ് ഇങ്ങനെ ചെയ്യാറുള്ളപ്പോൾ എന്തായാലും ഒരു കുറച്ച് ടൈം ഡിഫറൻസ്. ഇതെന്തോ ചെറിയ ഫയൽ കോപ്പി ചെയ്ത പോലെ ടക്കാന്ന് കഴിഞ്ഞു. നമ്മുടെ 4K എടുത്ത വീഡിയോസാണിത്. എന്നിട്ടാണ് എത്ര സ്പീഡിൽ കഴിഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത സ്പീഡ്. എന്തായാലും നല്ലൊരു കാർഡ് റീഡർ നിങ്ങൾക്ക് എന്തായാലും ഇത് ജസ്റ്റ് വാല്യൂ ഫോർ മണി സാധനം തന്നെയാണ് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ചെറിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള, നല്ല കാണാനും ഭംഗിയിൽ ശരിക്കും ആദ്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് റീഡർ തന്നെയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങിക്കാട്ടെ. നിങ്ങൾ ക്യാമറ ഉള്ളവരാണെങ്കിൽ എന്തായാലും വാങ്ങിക്കാൻ വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡ് ലാസ്റ്റ് ചെയ്യാനും സ്പീഡ് കൂടുതൽ കിട്ടാനും എല്ലാത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാം ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിലാണ്.